അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 14 ഞായറാഴ്ച. രാജ്യത്തെ 7 സംസ്ഥാനങ്ങളിലായി നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് വൻ വിജയം. തെരഞ്ഞെടുപ്പ് നടന്ന 13 നിയമസഭാ സീറ്റുകളിൽ 10 ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ ജയിച്ചു. ഇതിൽ പശ്ചിമബംഗാളിലെ 4 സീറ്റിൽ തൃണമൂൽ കോൺഗ്രസും, ഉത്തരാഖണ്ഡിലെയും ഹിമാചൽ പ്രദേശിലെയും 4 സീറ്റുകളിൽ കോൺഗ്രസും, തമിഴ്നാട്ടിലെ സീറ്റിൽ DMKയും, പഞ്ചാബിലെ സീറ്റിൽ ആം ആദ്മി പാർട്ടിയും വിജയിച്ചു. ഈ സീറ്റുകളിലെല്ലാം BJP സ്ഥാനാർത്ഥികളാണ് തോറ്റത്. ഹിമാചൽ പ്രദേശിലും മധ്യപ്രദേശിലും ഓരോ സീറ്റിൽ മാത്രമാണ് BJPക്ക് ജയിക്കാനായത്. ബീഹാറിലെ രൂപോലിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശങ്കർ സിംഗ് ആണ് വിജയിച്ചത്. BJP കൂട്ടിക്കെട്ടിയ ഭയത്തിന്റെയും ആശയക്കുഴപ്പത്തിന്റെയും ചങ്ങല പൊട്ടിയെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കർഷകർ, യുവാക്കൾ, തൊഴിലാളികൾ, വ്യവസായികൾ, തൊഴിലുടമകൾ എന്നിങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളും സ്വേച്ഛാധിപത്യത്തെ നശിപ്പിച്ച് നീതിയുടെ ഭരണം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പൊതുജനങ്ങൾ അവരുടെ ജീവിത പുരോഗതിക്കും ഭരണഘടനയുടെ സംരക്ഷണത്തിനുമായി ഇന്ത്യക്കൊപ്പം നിന്നുവെന്നും ഉപതെരഞ്ഞെടുപ്പിലെ ഇന്ത്യ സഖ്യത്തിന്റെ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും രാഷ്ട്രീയ വിശ്വാസ്യത തകർന്നതിന്റെ ശക്തമായ തെളിവാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും വർത്തമാനകാലത്തെ മെച്ചപ്പെടുത്തുകയും ശോഭനമായ ഭാവിക്കായി വ്യക്തമായ രൂപരേഖ തയ്യാറാക്കുകയും ചെയ്യുന്ന പോസിറ്റീവ് രാഷ്ട്രീയമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും യുവ ഇന്ത്യയുടെ ആവശ്യങ്ങളോടും അഭിലാഷങ്ങളോടും തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും പ്രിയങ്ക ഗാന്ധിയും പ്രതികരിച്ചു. തിരുവനന്തപുരം നഗരത്തിലെ ആമേഴഞ്ചാൻ തോട്ടിൽ കാണാതായ തൊഴിലാളി ജോയിക്കായുള്ള തിരച്ചിൽ താൽക്കാലികമായി ഇന്നലെ അർദ്ധരാത്രി നിർത്തിവെച്ചു. റോബോട്ടുകളെ എത്തിച്ച് രാത്രി നടത്തിയ തിരച്ചിലിലും കണ്ടെത്താൻ സാധിക്കാതിനെ തുടർന്നാണ് 13 മണിക്കൂറിലേറെ നീണ്ട രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചത്. തെരച്ചിൽ ഇന്ന് രാവിലെ 6:30 പുനരാരംഭിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. സ്കൂബ സംഘത്തിന് ടണലിനുള്ളിലേക്ക് കടക്കാൻ കഴിയാത്തതാണ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാവുന്നത്. ടണലിനുള്ളിൽ മുട്ടുകുത്തി നിൽക്കാൻ പോലും കഴിയുന്നില്ലെന്നും സംഘം പറയുന്നു. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ തോട് വൃത്തിയാക്കാനിറങ്ങിയ കോർപ്പറേഷന്റെ താൽക്കാലിക ജീവനക്കാരനായ മാരായിമുട്ടം സ്വദേശിയായ 42-കാരനായ ജോയിയെ ഇന്നലെ രാവിലെ 11:30-ഓടെയാണ് കാണാതായത്. ആമേഴഞ്ചാൻ തോട്ടിൽ കാണാതായ തൊഴിലാളിക്കായുള്ള തിരച്ചിലിന് ദേശീയ ദുരന്ത പ്രതികരണ സേനാംഗങ്ങൾ എത്തി. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ 3-ാം പ്ലാറ്റ്ഫോമിലെ പാളത്തിന് സമീപത്തെ മാൻഹോളിൽ 2 റോബോട്ടുകളെ ഇറക്കിയുള്ള തിരച്ചിലും ഫലം കാണാതായതോടെയാണ് NDRF സംഘം ദൌത്യം ഏറ്റെടുത്തത്. രക്ഷാപ്രവർത്തനം രാവിലെ പുനരാരംഭിക്കും. ആമേഴഞ്ചാൻ അപകടത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് റെയിൽവേക്ക് ഒഴിഞ്ഞു മാറാനാകില്ലെന്നും മാലിന്യമടിഞ്ഞതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം റെയിൽവേക്കാണെന്നും മന്ത്രി V. ശിവൻകുട്ടി. അപകടമുണ്ടായ സ്ഥലം റെയിൽവേയുടേതാണെന്നും ആമേഴഞ്ചാൻ തോടിന്റെ റെയിൽവേയുടെ അധീനതയിലുള്ള ഭാഗത്തെ മാലിന്യം നീക്കം ചെയ്യാൻ റെയിൽവേ ഒരിക്കലും സംസ്ഥാന സർക്കാരിനെയോ തിരുവനന്തപുരം കോർപ്പറേഷനെയോ അനുവദിക്കാറില്ലെന്നും മന്ത്രി V. ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടി. സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ മന്ത്രി V. ശിവൻകുട്ടി തിരുവനന്തപുരം ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. തന്റെ ഫോണിലെ വിവരങ്ങൾ ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചോർത്താൻ ശ്രമമെന്നും തന്റെ ഫോണിൽ സ്പൈവെയർ സാന്നിധ്യമുള്ളതായി ആപ്പിളിന്റെ മുന്നറിയിപ്പ് ലഭിച്ചെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇക്കാര്യം ആപ്പിൾ ഔദ്യോഗികമായി ഇമെയിൽ വഴി അറിയിച്ചെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. ആപ്പിൾ അയച്ച ഇമെയിലും KC പുറത്തുവിട്ടു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. PSC അംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ CPM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായ പ്രമോദ് കോട്ടൂളിയെ CPMന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. CPM ജില്ലാ കമ്മിറ്റിയാണ് കോഴ ആരോപണത്തിൽ പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിയെടുത്തത്. പ്രമോദ് കോട്ടൂളി നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് ജില്ലാ കമ്മിറ്റി വിലയിരുത്തി.
പാർട്ടിയുടെ സൽപ്പേരിനെ കളങ്കമുണ്ടാക്കുന്നതും അച്ചടക്കത്തിന് നിരക്കാത്തതുമായ പ്രവർത്തനങ്ങൾ നടത്തിയതിനെ തുടർന്നാണ് CPM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിയെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതെന്ന് CPM വിശദീകരണം. അതേസമയം PSC കോഴയിന്മേലല്ല നടപടിയെന്നാണ് CPM ജില്ലാ സെക്രട്ടറി P. മോഹനന്റെ വിശദീകരണം. PSC കോഴയിൽ പരാതിയൊന്നും കിട്ടിയിട്ടില്ലെന്നും BJP പ്രാദേശിക നേതാവുമായി ബന്ധം പുലർത്തി ആരോഗ്യമന്ത്രിയുടെ സെക്രട്ടറി സജീവന്റെ പേര് ദുരുപയോഗം ചെയ്തു, ആരോഗ്യവകുപ്പിലെ നിയമനത്തിന് കോഴ വാങ്ങിയെന്നടക്കം വിലയിരുത്തിയാണ് നടപടിയെന്നാണ് വിശദീകരണം. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയെന്ന പരാതിയിൽ പാർട്ടി നടപടി നേരിട്ടതിന് പിന്നാലെ പരാതിക്കാരന്റെ വീടിന് മുന്നിൽ സമരമിരുന്ന് CPM മുൻ നേതാവ് പ്രമോദ് കോട്ടൂളിയും അമ്മയും. സത്യം തന്റെ അമ്മയെയും മകനെയും ബോധ്യപ്പെടുത്തണമെന്നും പാർട്ടി തെറ്റിദ്ധരിക്കപ്പെട്ടു പോയോ എന്ന് പരിശോധിക്കണമെന്നും പട്ടിയെ പേപ്പട്ടിയാക്കി പുറന്തള്ളുന്ന നടപടിയാണിതെന്നും പ്രമോദ് പറഞ്ഞു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് PWD, റവന്യൂ, എക്സൈസ് എന്നീ വകുപ്പുകളിലാണെന്ന് മുതിർന്ന CPM നേതാവ് G. സുധാകരൻ. വികസനത്തിനായി ചെലവഴിക്കുന്ന പണത്തിന്റെ പകുതി പോലും ജനങ്ങളിൽ എത്തുന്നില്ലെന്ന പല പഠനങ്ങളുണ്ടെന്നും താൻ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ പണികഴിപ്പിച്ച ഒരു റോഡ് പോലും പൊളിഞ്ഞിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു. മന്ത്രിയാകാനുള്ള ഭാഗ്യം അന്ന് കിട്ടിയെന്നും ഇനി അതിനുള്ള സാധ്യതയില്ലെന്നും G. സുധാകരൻ കൂട്ടിച്ചേർത്തു. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചതിനെ വീണ്ടും ന്യായീകരിച്ച് മന്ത്രി വീണ ജോർജ്. നിയമസഭാ അംഗങ്ങൾക്കെതിരെ പോലും നിരവധി കേസുകളുണ്ടെന്നും ഇപ്പോൾ പാർട്ടിയിൽ ചേർന്നവർ BJPയിൽ പ്രവർത്തിച്ച കാലത്ത് ആർക്കും ആക്ഷേപമില്ലായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കെതിരായ വയനാട്ടിലെ തന്റെ സ്ഥാനാർത്ഥിത്വം ശരിയായില്ലെന്ന വിമർശനവുമായി ആനി രാജ. കോൺഗ്രസിന്റെ പ്രധാന നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരെ CPIയുടെ ദേശീയ മുഖമായ ആനി രാജ മത്സരിച്ചത് ഇന്ത്യ സഖ്യത്തെ പരിഹസിക്കാൻ BJP ആയുധമാക്കിയെന്നും ഇതിന് അവസരമൊരുക്കേണ്ടിയിരുന്നില്ലെന്നും ആനി രാജയുടെ വാദത്തോട് യോജിപ്പുള്ള സംസ്ഥാന കമ്മിറ്റിയിലുള്ളവർ അഭിപ്രായപ്പെട്ടു. സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള പ്രകീർത്തനം തുടരുന്ന തൃശൂർ മേയർ MK വർഗീസിനോടുള്ള എതിർപ്പിനെ തുടർന്ന് മുനിസിപ്പൽ കോർപ്പറേഷൻ വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങ് CPI ബഹിഷ്കരിച്ചു. മുഖ്യാതിഥിയായിരുന്ന CPI MLA P. ബാലേന്ദ്രനും 4 കൗൺസിലർമാരും പരിപാടിയിൽ പങ്കെടുത്തില്ല. സുരേഷ് ഗോപി BJP നേതാവോ പ്രവർത്തകനോ അല്ലെന്ന വിമർശനവുമായി BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭൻ. ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ച് നടക്കുന്ന ആളുകളാണ് BJP പ്രവർത്തകരെന്നും സുരേഷ് ഗോപിയാകട്ടെ ഇന്ദിരാഗാന്ധിയെ ഭാരതമാതാവ് എന്നാണ് വിശേഷിപ്പിച്ചതെന്നും ഇത് അംഗീകരിക്കാനാകില്ലെന്നും CK പത്മനാഭൻ പറഞ്ഞു. BJPയിലേക്ക് ആളുകൾ വരുന്നത് അടിസ്ഥാനപരമായ ആദർശത്തിന്റെ പ്രേരണ കൊണ്ടല്ലെന്നും അധികാരം മോഹിച്ചാണെന്നും CKP വ്യക്തമാക്കി. കാസർഗോഡ് നല്ലോമ്പുഴ മാരിപ്പുറത്ത് ജോസഫിന്റെ വീട്ടിലെ കേടായ മീറ്റർ മാറ്റി തിരിച്ചു പോകുന്നതിനിടയിൽ KSEB ജീവനക്കാരെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. നല്ലമ്പുഴ മാരിപ്പുറത്ത് ജോസഫിന്റെ വീട്ടിലെ കേടായ മീറ്റർ മാറ്റി സ്ഥാപിക്കുന്നതിലെ തർക്കമാണ് ആക്രമണത്തിന് കാരണം. മീറ്റർ മാറ്റാൻ കഴിയില്ലെന്ന് ജോസഫ് KSEB ജീവനക്കാരെ അറിയിച്ചിരുന്നു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ചക്രവാത ചുഴിക്ക് പിന്നാലെ പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുന്നതാണ് കേരളത്തിലെ മഴ ഭീഷണി വർദ്ധിപ്പിക്കുന്നത്. എറണാകുളം വേങ്ങൂരിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന അഞ്ജന ചന്ദ്രൻ മരിച്ചു. 27 വയസ്സായിരുന്നു. എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ഇതെന്താ വണ്ടി അവിടെ പാർക്ക് ചെയ്യാത്ത? ബെൻസ് വരും. അതെ, മെഗാ സമ്മാനം പുതിയ ബെൻസ് കാറാണ്. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോൺ. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. മഹാരാഷ്ട്രയിലെ സൈബർ പോലീസ് കേസെടുത്തെന്ന വാർത്തയിൽ പ്രതികരിച്ച് യൂട്യൂബർ ധ്രുവ് റാട്ടി. വസ്തുതകൾ പരിശോധിക്കാതെ തന്റെ പേര് വലിച്ചെറിച്ചതിന് ഒരു മാധ്യമ സ്ഥാപനത്തെ വിമർശിച്ച ധ്രുവ് റാട്ടി ഈ ആരോപിക്കപ്പെടുന്ന പോസ്റ്റ് വന്നത് പാരഡി ട്വിറ്റർ അക്കൗണ്ടിലാണെന്നും തനിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്നും പറഞ്ഞു. ലോക്സഭാ സ്പീക്കറുടെ മകൾ UPSC പരീക്ഷയിൽ ഹാജരാകാതെ പാസ്സായെന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിവാദം. അജ്ഞാത സംഘത്തിന്റെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ത്രിപുരയിലെ CPM നേതാവ് ബാദൽ ഷിൽ മരിച്ചു. ഷില്ലിനെ BJP പിന്തുണയുള്ള ഗുണ്ടകൾ കൊലപ്പെടുത്തിയതാണെന്ന് ആരോപിച്ച് സംസ്ഥാനത്ത് ഇന്ന് 12 മണിക്കൂർ ബന്ദിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകി കേന്ദ്ര സർക്കാരിന്റെ നിർണായക നീക്കം. പോലീസ്, ക്രമസമാധാനം, അഖിലേന്ത്യാ സർവീസ് എന്നിവയിൽ തീരുമാനമെടുക്കാൻ ലഫ്റ്റനന്റ് ഗവർണറുടെ അധികാരം വർദ്ധിപ്പിച്ച് ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കി.
രാജ്യത്തെ അതിസമ്പന്നർക്ക് അധിക നികുതി ഏർപ്പെടുത്തണമെന്ന ആവശ്യവുമായി കോൺഗ്രസ്. ആഗോളതലത്തിൽ പല രാജ്യങ്ങളിലും ഈ നികുതി സംവിധാനം നടപ്പാക്കുന്നതിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിന് ഇടെയാണ് ഇന്ത്യയിലും ഈ നികുതി വേണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം. 2023 കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ 167 ശതകോടീശ്വരന്മാർ ഉണ്ടെന്നും ഇവർക്ക് 2% നികുതി ഏർപ്പെടുത്തിയാൽ ഒരു വർഷം 1.5 ലക്ഷം കോടി രൂപ സമാഹരിക്കാൻ സാധിക്കുമെന്നും കോൺഗ്രസ് നേതാവായ ജയറാം രമേശ് അഭിപ്രായപ്പെട്ടു. തെക്കൻ ഗാസയിലെ സുരക്ഷിത മേഖലയിൽ അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 71 പേർ കൊല്ലപ്പെടുകയും 289 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരിൽ പലരുടെയും നില അതീവ ഗുരുതരമാണെന്നും റിപ്പോർട്ടുകൾ. 2020 ലോകകപ്പ് സംഘാടനത്തിലെ പിഴവുകൾക്ക് പിന്നാലെ ടൂർണമെന്റ് നടത്തിപ്പ് തലവനും മാർക്കറ്റിംഗ് ജനറൽ മാനേജരും രാജിവെച്ചു. മത്സരങ്ങൾ അമേരിക്കയിൽ നടത്തിയതിലൂടെ ICCക്ക് കനത്ത നഷ്ടം നേരിട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇരുവരുടെയും രാജി ലോകകപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടല്ലെന്നും ഇരുവരുടെയും രാജി മാസങ്ങൾക്ക് മുമ്പേ തീരുമാനിച്ചിട്ടുള്ളതെന്നുമാണ് ICC വിശദീകരണം. യശസ്വി ജയ്സ്വാളിന്റെ വെടിക്കെട്ടിൽ സിംബാബ്വെക്കെതിരായ 4ാം T20യിൽ ഇന്ത്യക്ക് 10 വിക്കറ്റ് വിജയം. ഇതോടെ ഒരു മത്സരം ശേഷിക്കെ 3-1 ഇന്ത്യ പരമ്പര നേടി. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ സിംബാബ്വെക്ക് തുടക്കം മികച്ചതായിരുന്നെങ്കിലും നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 152 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ 15.2 ഓവറിൽ വിക്കറ്റൊന്നും നഷ്ടമാവാതെ ലക്ഷ്യം മറികടന്നു. 93 റൺസ് എടുത്ത യശസ്വി ജയ്സ്വാളിന്റെയും 58 റൺസ് എടുത്ത ശുഭ്മാൻ ഗില്ലിന്റെയും ഇന്നിംഗ്സുകളാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത്. വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീടം ചെക്ക് റിപ്പബ്ലിക്കിന്റെ ബാർബറ ക്രിജിക്കോവയ്ക്ക്. ഇന്നലെ നടന്ന ഫൈനലിൽ ഇറ്റലിയുടെ 7ാം സീഡ് ജാസ്മിൻ പൗളിനിയെ 3 സെറ്റുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ക്രിജിക്കോവ കീഴടക്കിയത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. വാർത്തകൾ വിരൽ തുമ്പിൽ.